ഹലോ, പിക്കീസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വലിയവർ മാത്രമല്ല, ഇപ്പോൾ ചെറിയ കുട്ടികളും ലിപ് ബാം ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ടൈമിൽ ചുണ്ടൊക്കെ നല്ലപോലെ ഡ്രൈ ആവുന്ന സമയമാണ്. ഇന്നപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെയാണ് ലിപ് ബാം ഉണ്ടാക്കുക എന്നുള്ളത് കാണാം. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ലിപ് ബാമിൻ്റെ ബേസാണ്. ഈ കാണുന്നത് ലിപ് ബാമിലേക്ക് വേണ്ട ലിപ് സേഫ് ആയിട്ടുള്ള കളറാണ് കേട്ടോ. സോപ്പിലേക്കൊക്കെ ഉപയോഗിക്കുന്ന, അതേപോലെ ഫുഡിലേക്കൊക്കെ ഉപയോഗിക്കുന്ന കളറുകളൊന്നും ലിപ് ബാമിൽ ചേർക്കാൻ പാടില്ല. പിന്നെ കാണിച്ചു തന്നത് ബീട്രൂട്ടിൻ്റെ ഓയിലാണ്. ബ്ലൂബെറിയുടെ സ്മെല്ലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ രീതിയിൽ ലിപ് ബാമിന് സ്മെല്ലുണ്ടായിരിക്കും. സ്മെല്ലും അതേപോലെ തന്നെ ലിപ് സേഫ് ആയിട്ടുള്ള സ്മെല്ലാണ്. ലിപ് ബാമിലേക്ക് വേണ്ടി ചെയ്തിട്ടുള്ള സ്മെല്ലാണ് കേട്ടോ അത്. പിന്നെ വേണ്ടത് ഗ്ലാസ് ജാറാണ്. എൻ്റെ കയ്യിൽ 250 ml 100 ml ആണ് ഗ്ലാസ് ജാർ ഉള്ളത്. ഞാനിപ്പോൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ലിപ് ബാം ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ 100 ml ചെറിയ ജാറാണ് എടുക്കുന്നത്. പിന്നെ വേണ്ടത് ലിപ് ബാം ഒഴിച്ചു വെക്കാനായിട്ട്, സെറ്റ് ആവാനായിട്ട് ഒരു ബോട്ടിൽ വേണം. ഈ ബോട്ടിലാണ് നമ്മൾ സെറ്റ് ആവാനായിട്ട് ഒഴിച്ചു വെക്കുന്നത്. 8 ഗ്രാമിൻ്റെ ബോട്ടിലാണ് കേട്ടോ അത്. പിന്നെ ഇതേപോലെ ഒരു ചെറിയൊരു സ്റ്റീലിൻ്റെ പാത്രം എടുക്കുക. ഇത് ചൂടാക്കാനായിട്ട്, ഡബിൾ ബോയിലിങ്ങിന് വെക്കാനായിട്ടാണ്. പിന്നെ അത്യാവശ്യമുള്ളതാണ് ഇതേപോലെ ഒരു വെയിറ്റ് നോക്കുന്ന ഒരു മെഷീൻ. ചെറിയ തൂക്കം വരെ നമുക്കതിൽ അളന്നെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ 4 ലിപ് ബാം ഉണ്ടാക്കാൻ വേണ്ട ബേസാണ് എടുക്കുന്നത്. 8 ഗ്രാമിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 32 ഗ്രാമാണ് കേട്ടോ 4 എണ്ണത്തിന് ബേസ് എടുക്കേണ്ടത്. പല മെത്തേഡ്സ് ഉണ്ട് നമുക്ക് ലിപ് ബാം ഉണ്ടാക്കാനായിട്ട്. പലതരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് കൂട്ടിച്ചേർത്തിട്ട് ലിപ് ബാം ഉണ്ടാക്കാനായിട്ട് പറ്റും. പക്ഷേ എല്ലാവർക്കും അതിൻ്റെ അളവുകളൊക്കെ കൃത്യമായിട്ട് എടുക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. നല്ലോണം പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും എളുപ്പമുള്ളൊരു മെത്തേഡാണ് ഇത്. ലിപ്പിന് വളരെ ഗുണമുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് കൂട്ടിച്ചേർത്തിട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ ബേസ്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബീട്രൂട്ടിൻ്റെ ഫ്രഷ് ജ്യൂസ് അല്ല, ബീട്രൂട്ടിൻ്റെ എല്ലാ ഗുണങ്ങളുള്ള ബീട്രൂട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ ഫ്രഷ് ജ്യൂസ് ചേർത്തിട്ടുണ്ടാക്കുമ്പോൾ നമുക്ക് കാണുമ്പോഴൊക്കെ നല്ലൊരു റെഡ് കളർ ഉണ്ടായിരിക്കും. പക്ഷെ അത് ചുണ്ടുമ്മലേക്ക് അത്ര ഒരു കളർ ഉണ്ടാവില്ല. അത് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നല്ല, അങ്ങനെ ചെയ്യണോണ്ട് കുഴപ്പമില്ല. നല്ലൊരു ഓർഗാനിക് ആയിട്ട് നമുക്ക് ലിപ് ബാം കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഫ്രഷ് തന്നെ ചേർത്ത് കൊടുക്കണം. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ലിപ് സേഫ് ആയിട്ടുള്ള കളറാണ്. ബീട്രൂട്ടിൻ്റെ നല്ലൊരു റെഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ബോട്ടിൽ 8 ഗ്രാമാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 8 ഗ്രാം വെച്ചിട്ട് 4 ബോട്ടിൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ 32 ഗ്രാമാണ് എടുക്കണ്ടോ. പക്ഷേ അതിലേക്ക് ഞാൻ 1 ഗ്രാം കൂടിയും കൂട്ടിയിട്ട് 33 ഗ്രാം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബീട്രൂട്ടിൻ്റെ. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, സ്മെല്ല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ 8 ഗ്രാം തന്നെ നമുക്ക് കൂടുതലും കിട്ടും. 4 ബോട്ടിൽ എന്നുള്ളത് 5 ബോട്ടിൽ കിട്ടും. ഈ 32 ഗ്രാം കൊണ്ട് നമുക്ക് 5 ബോട്ടിലാണ് ചെയ്തെടുക്കാൻ പറ്റുക. പക്ഷെ ഞാൻ വീഡിയോയിൽ ആ 5ാമത്തെ ബോട്ടിൽ കാണിച്ചു തരുന്നില്ല കേട്ടോ. 4 ബോട്ടിൽ മാത്രമാണ് കാണിച്ചു തരുന്നത്. ഇപ്പോൾ 33 ഗ്രാം ലിപ് ബാമിൻ്റെ ബേസ് അളന്നെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ചെറിയ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. വേഗം തന്നെ മെൽറ്റായി കിട്ടും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വേഗം തന്നെ അത് മെൽറ്റായി കിട്ടും കേട്ടോ. ഞാനൊരു ഗ്ലാസിൻ്റെ റോള് വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതിലെ ബേസൊക്കെ നല്ലപോലെ മെൽറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബീട്രൂട്ടിൻ്റെ ഓയിലാണ്. 10 ഗ്രാമിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 ഗ്രാം ഓയിലാണ് കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ളത് 33 ഗ്രാം ബേസാണ്. അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 6 ml ബീട്രൂട്ട് ഓയിലാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഇപ്പോഴും വീഡിയോ ലൈക്ക് ചെയ്യാണ്ടോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടോ ആണ് കാണുന്നത് എന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബീട്രൂട്ട് ഓയിൽ എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവുക ഒരു പിങ്ക് കളറായിരിക്കുന്നതാണ്. അല്ല, ഒരു മഞ്ഞ നിറത്തിലാണ് നമ്മുടെ ബേസിലേക്ക് ഒഴിച്ചപ്പോൾ വന്നിട്ടുള്ളത്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കളറാണ്. ലിപ് സേഫ് ആയിട്ടുള്ള കളർ തന്നെ ചേർത്ത് കൊടുക്കുക. ഒരിക്കലും സോപ്പിലേക്കൊന്നും ഉപയോഗിക്കുന്ന കളറൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ലിപ് ബാമിലേക്ക് അതിൻ്റേതായ കളർ തന്നെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. കളറ് ചേർത്ത് കൊടുക്കാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരളവൊന്നുമില്ല. നിങ്ങൾക്ക് നല്ല കളർ ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം കളറ് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ലൈറ്റ് കളറാണ് വേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി ചേർത്ത് കൊടുത്താൽ മതി. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ലിപ് ബാമിൻ്റെ കളർ ഇതേപോലെ ഒരു ഓയിലി പോലെ ആയിരിക്കുക. എനിക്ക് ഇത്തിരി കൂടിയും കളർ ഇഷ്ടമാണ്. ഇത്തിരി ഡാർക്ക് കളറാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഇത്തിരി കൂടി അതിലേക്ക് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ബേസ് ചേർത്ത് കൊടുത്തു. 33 ഗ്രാം ബേസ് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ബീട്രൂട്ടിൻ്റെ ഓയിലാണ്. അത് 6 ml ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചേർത്തിട്ടുള്ളത് കളറുമാണ് കേട്ടോ. ഇനി അത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഓയിലും കളറും ബേസും ഒക്കെ നല്ലപോലെ യോജിക്കുന്നത് പോലെ നമുക്കത് മിക്സ് ചെയ്തെടുക്കണം. ഡബിൾ ബോയിലിങ്ങിന് നിങ്ങൾ ഗ്യാസ് സ്റ്റൗവിലാണ് വെച്ചിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഇൻഡക്ഷനിലാണ് വെച്ചിട്ടുള്ളത്. ഇനി അത് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കതിൽ സ്മെല്ല് ചേർത്ത് കൊടുക്കണം.
ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബ്ലൂബെറിയുടെ സ്മെല്ലാണ്. ലിപ് ബാമിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സ്മെല്ല് നേരിയൊരു സ്മെല്ലായിരിക്കും, ചെറിയ സ്മെല്ലേ ഉണ്ടാവുള്ളൂ. പലതരത്തിലുള്ള സ്മെല്ലുകൾ കിട്ടും. 5-6 ഡ്രോപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഒരു 5-6 ഡ്രോപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സ്മെല്ലും കൂടിയും ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ബോട്ടിലിലേക്ക് മാറ്റുകയാണ്. ഈ ഒരു ബോട്ടിൽ മാത്രമല്ല, പലതരത്തിലുള്ള ബോട്ടിലുകളുണ്ട്. സ്റ്റിക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ലിപ്സ്റ്റിക്കൊക്കെ മേടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സ്റ്റിക്ക് ഉണ്ടല്ലോ, അതിൽ നമുക്ക് ഈ ലിപ് ബാം ഒഴിച്ചിട്ട് സെറ്റാക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഇതേപോലെയുള്ള 8 ഗ്രാമിൻ്റെ ഒരു ജാറിലാണ് ചെയ്യുന്നത്. കൺമഷിയൊക്കെ തേക്കാനായിട്ട് എടുക്കുന്നത് പോലെയാണ് നമ്മൾ ഇതിൽ നിന്നും ലിപ് ബാം എടുത്തിട്ട് ചുണ്ടിൽ തേച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി ഇത് നമുക്ക് ആ ബോട്ടിലിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഒരു 30-35 മിനിറ്റൊക്കെ മതി കേട്ടോ അത് സെറ്റ് ആവാനായിട്ട്. അധികം നേരമൊന്നും വെക്കേണ്ട. ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കത് സെറ്റായി കിട്ടും. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ 4 ബോട്ടിലാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് 5 ബോട്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒരു ബോട്ടിലിലേക്ക് 8 ഗ്രാം എന്നുള്ള അളവിലാണ് ഞാൻ ബേസ് എടുത്തത്. പക്ഷേ അത് കൂടാണ്ട് ഞാൻ 1 ഗ്രാം കൂടുതൽ ചേർത്തിട്ടുണ്ടായിരുന്നു. 32 ഗ്രാം എന്നുള്ളത് 33 ഗ്രാം എടുത്തിട്ടുണ്ടായിരുന്നു. 6 ഗ്രാം അളവിൽ അതിലേക്ക് ബീട്രൂട്ട് ഓയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. 1 ഗ്രാമിൻ്റെ അടുത്ത് അതിലേക്ക് സ്മെല്ലും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 32 ഗ്രാം ബേസിനും വിട്ട് ബാക്കിയുള്ളത് ചേർത്തിട്ടുള്ളത് 8 ഗ്രാമിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു ബോട്ടിൽ കൂടുതൽ കിട്ടിയിട്ടുള്ളത്. കൂടുതൽ കിട്ടിയിട്ടുള്ള ആ ബോട്ടിലൊന്നും ഞാൻ അതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ലിപ് ബാം സെറ്റായിട്ടുണ്ട് കേട്ടോ. അരമണിക്കൂർ കൊണ്ട് തന്നെ ലിപ് ബാം സെറ്റായിട്ടുണ്ടായിരുന്നു. കടകളിൽ നിന്നും മേടിക്കുന്ന ലിപ് ബാം നമുക്ക് വീട്ടിലുണ്ടാക്കാനായിട്ട് സാധിക്കും. ഞാൻ ഉണ്ടാക്കുന്ന ലിപ് ബാം നിങ്ങൾക്കും ആവശ്യമുണ്ടെന്ന് വെച്ചാൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബായ്.